വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് പ്രഗ്നൻസി കിട്ടാൻ സഹായിച്ച ഒരു പവർഫുൾ ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ കൺസീവ് ആവാൻ ഫോളോ ചെയ്ത ടിപ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മെഡിക്കേഷൻസും അല്ലെങ്കിൽ മെഡിസിൻസ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റം കൊണ്ടുവരിക, ഭക്ഷണത്തിൽ ഇന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ആൻഡ് ഒരുപാട് പേർക്ക് സക്സസ് റിസൾട്ട് കിട്ടാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അത് നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് മക്കാന അല്ലെങ്കിൽ ഫോക്സ് നട്ടിനെ പറ്റിയിട്ടാണ്. നട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഈ ഫോക്സ് നട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇത് മക്കാന എന്നുള്ള പേരിലും ലോട്ടസ് സീഡ് എന്നുള്ള പേരിലും നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതിലടങ്ങിയിട്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സിങ്ക്, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, പ്രോട്ടീൻ എന്നിവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നാച്ചുറലി നമുക്ക് കിട്ടുന്ന പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനും ഫൈബറും ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ടും ഫൈബർ ഉള്ളത് കൊണ്ടും ലോ ഫാറ്റ് ആയതുകൊണ്ടും ഭയങ്കര സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും സ്ത്രീകൾക്കും പുരുഷനും സെപ്പറേറ്റ് എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് കോമൺ ആയിട്ടുള്ള ബെനിഫിറ്റിൽ ഏറ്റവും ആദ്യത്തേതാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നായതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുമ്പോഴേക്കും ഒരു 3-4 എണ്ണമൊക്കെ നമ്മളിത് കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറൊന്ന് ഹെവി ആയിട്ടിരിക്കും. നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ മാത്രമേ പിന്നെയും ഫുഡ് കഴിക്കാനായിട്ട് തോന്നുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ വിശപ്പ് ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുവന്ന് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. PCOD ഉള്ള ആളുകളാണെങ്കിലും ഒബിസിറ്റി ഉള്ള ആളുകളാണെങ്കിലും തൈറോയ്ഡ് ഉള്ളവർക്കാണെങ്കിലും അവർക്ക് വണ്ണം ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ആ ഒരു പ്രായത്തിനും നമ്മുടെ ഉയരത്തിനും അനുസരിച്ച് അല്ലാത്ത രീതിക്ക് ശരീരഭാരം വരിക ണെങ്കിൽ ഓവുലേഷൻ നടക്കാനായിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏകദേശം വെയിറ്റ് ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണോ അല്ലാത്തതാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെയിറ്റ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതല്ല, വെയിറ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പ്രഗ്നൻസി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് വെക്കുന്നു. ഹൃദയം ഹെൽത്തി ആണെങ്കിൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷനും പമ്പിങ്ങും ഒക്കെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഇതിലടങ്ങിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ലൈക്ക് പ്രോട്ടീൻ, കാൽഷ്യം, മാഗ്നീഷ്യം, പൊട്ടാഷ്യം എന്നിവയെല്ലാം തന്നെ നമ്മുടെ ആ ഒരു ഹൃദയത്തെ ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു പമ്പിങ് എഫക്റ്റീവായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് കിഡ്നിയുടെ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതൊരു ഡിറ്റോക്സിഫൈങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിറ്റോക്സിഫിക്കേഷൻ ആണല്ലോ അവിടെ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് ബ്ലഡ് പ്രഷറിന്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ പ്രഷർ ഭയങ്കര ലോ ആയി പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നവരുണ്ട്, പ്രഷറിന്റെ മെഡിക്കേഷൻസ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഫോക്സിനെട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് ഇതിലെ മഗ്നീഷ്യം ലെവലും അതുപോലെ ലോ ഫാറ്റും അതുപോലെ സോഡിയം ലെവലും ഒക്കെ നമ്മുടെ പ്രഷർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ബോൺസും അതുപോലെ നമ്മുടെ ടീത്തും ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് നടുവേദനയും കാലുവേദനയും ഒക്കെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ബോൺസ് ഒന്ന് സ്ട്രെങ്ത് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നിങ്ങളുടെ ടീത്തും ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീത്ത് പലപ്പോഴും നമ്മുടെ പ്രഗ്നൻസി അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കൂടുതൽ ക്യാവിറ്റീസും അതുപോലെ മോണയിൽ നീരും വീക്കും ഒക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ഡിലേ ആകാനായിട്ട് അതൊരു കാരണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൽ മഗ്നീഷ്യം, കാൽഷ്യം, പ്രോട്ടീനും ഒക്കെ നിങ്ങളുടെ ഒരു ബോൺസും അതുപോലെ ടീത്തും ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിലെ ഡയബറ്റീസ് ലെവൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. PCOD ഉള്ള ആളുകൾ ഡയബറ്റിക് ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് PCOD ഉള്ളവർക്ക് ഈ ഫോക്സിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലെ ഫൈബറിന്റെ കണ്ടന്റ് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ അയേണിന്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അനീമിയ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവുന്നത് കൂടുതലാണ്. കാരണം പീരീഡ്സിന്റെ രൂപത്തിൽ എല്ലാ മാസവും നമുക്ക് ബ്ലഡ് പോകുന്നു.
പോകുന്നുണ്ട്. ആ പോകുന്ന രക്തത്തിന്റെ അളവ് അനുസരിച്ചിട്ട് പുതിയത് പ്രൊഡ്യൂസ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ പീരിയഡ്സ് സ്റ്റോപ്പ് ആയി പോകും, അല്ലെങ്കിൽ പീരിയഡ്സിന് ഭയങ്കര ഫ്ലോ കുറയും, പിന്നെ പീരിയഡ്സ് സ്റ്റോപ്പ് ആകും, ഓവുലേഷൻ സ്റ്റോപ്പ് ആകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പല സ്ത്രീകൾക്കും അനീമിയ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീ ശരീരത്തിലെ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഹോർമോൺസിന്റെ ബാലൻസ് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. അതല്ലാത്ത ആളുകൾക്കൊക്കെ പ്രഗ്നൻസി ഒരുപാട് നീണ്ടുപോകും. ഏതെങ്കിലും ഒന്ന്, ഇത് രണ്ടും ബാലൻസിൽ പോകേണ്ടതാ. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് കൂടും, ഏതെങ്കിലും ഓപ്പോസിറ്റ് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് കുഞ്ഞ് വളരുന്നത്. അണ്ടത്തിനോ ബീജത്തിനോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ അറ്റാച്ച് ആയിട്ട് കുഞ്ഞ് വളരുന്ന സമയത്ത് എൻഡോമെട്രിയൽ ലൈനിങ് വീക്കാണ്, അത് തിന്നാണ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ലൈനിങ് ഓട്ടോമാറ്റിക്കലി ഷെഡ് ആവും. അങ്ങനെ ഷെഡായി പോയി കഴിഞ്ഞാൽ നമുക്ക് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പീരിയഡ്സിന്റെ ആ ഒരു തുടക്കം മുതൽ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോക്സിനെട്ട് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് കൂടുതൽ തിക്കണായിട്ട് വളരും, അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് ആ ഒരു ഗർഭസ്ഥ ശിശുവിന് കിട്ടും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഏകദേശം ഒരു 21 to 35 ഡേയ്സിനകത്ത് നമുക്ക് പീരിയഡ്സ് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ഡേയ്സ് കൃത്യമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് കൊടുക്കുന്നു. ചില ആളുകൾക്ക് 7 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് പോകുന്നവരുണ്ട്, ചില ആളുകൾക്ക് ഒരു ദിവസം പോലും ബ്ലീഡിങ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മെൻസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നു. ഹോർമോൺസിനെ റെഗുലേറ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി പറഞ്ഞല്ലോ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഹോർമോൺസിന്റെ ബാലൻസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട്. ഹോർമോൺസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായിട്ട് തന്നെ പോകും. അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ വെയിറ്റ് ലോസും അവിടെ പോസിബിൾ ആയതുകൊണ്ട് അതും നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ഹെവി ഫ്ലോ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പല ആളുകൾക്കും എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഫൈബ്രോയിഡ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേക്കും ഓവർ ഫ്ലോ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് 15 ഡേയ്സ് വരെ ബ്ലീഡിങ് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ബ്ലഡ് ലോസ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ ഫോക്സ് നട്ട് എന്ന് പറയുന്നത്. ഓവറോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ്, അങ്ങനെ ഒരുപാട് ബെനിഫിഷ്യൽ ആണ് കേട്ടോ ഇത്. ഇനി പുരുഷൻ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. പുരുഷന്റെ സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സെമൻ ആണെങ്കിൽ മാത്രമേ അണ്ടവുമായിട്ട് ചേർന്നവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. നമ്മൾ സാധാ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് അകത്തേക്ക് സ്വിം ചെയ്ത് എളുപ്പത്തിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമ്മുടെ ശരീരത്തിനകത്ത്. നമ്മുടെ ശരീരത്തിനകത്തോട്ട് എത്തുമ്പോൾ ഫോറിൻ ബോഡി ആണെന്ന് വിചാരിച്ചിട്ട് ശരീരം തന്നെ കുറച്ച് നശിപ്പിക്കും. നമ്മുടെ വജൈനൽ ഡിസ്ചാർജ് മൂലം കുറച്ചൊക്കെ നശിച്ചു പോകും. ചിലത് മൂവ്മെന്റ് ഇല്ലാതെ അവിടെ വെച്ച് തന്നെ നശിച്ചു പോകും. അതെല്ലാ ഒബ്സ്റ്റക്കിൾസും കടന്നിട്ട് വേണം ഇതിന്റെ ഫലോപ്പിയൻ ട്യൂബിനടുത്തോട്ട് എത്തിയിട്ട് ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അതിന് ഇതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പല ആളുകളും സ്ത്രീകളുടെ കാര്യം മാത്രം ചിന്തിച്ചിട്ട് പുരുഷന്റെ ആസ്പെക്ട് വിട്ട് കളയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഇത് കൃത്യമായിട്ട് എടുക്കാനായിട്ട്, സ്ത്രീ എടുക്കുന്ന ടിപ്സ് പുരുഷനും കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇൻ കേസ് ഹസ്ബൻഡിന് യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി കുറവില്ലെങ്കിലും ഇത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൗണ്ട് കൂട്ടുന്നതിനും അതുപോലെ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോഴേക്കും പ്രൊഡക്ഷൻ കുറഞ്ഞു പോകില്ലേ, കൃത്യം ഓവുലേഷൻ ഡേറ്റിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്പേമിന്റെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നട്ട്സിന്റെ ഷോപ്പിലാണെങ്കിലും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഫോക്സ് നട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. ഫോക്സ് നട്ട് ഒന്ന് ഡ്രൈ ചെയ്തിട്ടുള്ള ഫോക്സ് നട്ട് ആണെങ്കിൽ 3-4 ഫോക്സ് നട്ട് എടുത്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സ്നാക്സിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഫോക്സ് നട്ട് എടുക്കുക എന്ന് പറയുന്നത്. സ്നാക്സ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നട്ട്സിന്റെ സ്നാക്സ് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഒരു 3-4 ബദാം എടുക്കുക, അതുപോലെ കാഷ്യൂ നട്ട് എടുക്കുക, ഡ്രൈ ഫിഗ് എടുക്കുക, അതുപോലെ ഉണക്കമുന്തിരി എടുക്കുക. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒപ്പം റോസ്റ്റ് ചെയ്യാത്ത മക്കാനയാണ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റുന്നതെങ്കിലും നിങ്ങൾ ആ ഫോക്സിലിട്ട് ഒരു പാനിലിട്ട് കുറച്ച് നെയ്യോ ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന്റെ കളർ മാറിയിട്ട് ഒരു ക്രിസ്പിനെസ് അതിന് വരുന്നത് വരെ നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നട്ട്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഓവറായിട്ട് നട്ട്സ് എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. കുറച്ച് ഫോക്സ് നട്ട് എടുത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ നട്ട്സിന്റെ ഒക്കെ ഉപ്പം ചേർത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റി കുറച്ചിട്ട് വേണം നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും പീരിയഡ്
പീരീഡ്സിന്റെ സമയത്താണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. എസ്പെഷ്യലി ഓവുലേഷന് മുൻപുള്ള സമയങ്ങളിൽ നിങ്ങളിത് മറക്കാതെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിരുന്നാൽ മാത്രമേ എൻഡോമെട്രിയൽ ലൈനിങ്ങൾക്ക് കൃത്യമായിട്ട് തിക്കണാകാനായിട്ട് ഇത് സഹായിക്കുകയുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.